നമസ്കാരം. അങ്ങനെ പുതിയ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയൊക്കെ തന്നെ 2026 ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രസ് ഇന്നലത്തെ ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടെ ഉള്ള വാർത്തകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളെല്ലാം തന്നെ വാർത്തകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതും ആ, എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് മാതൃഭൂമി ദിനപത്രത്തിലെ ഒന്നാമത്തെ പേജിലേക്ക് പോയെന്നാൽ നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് വാട്ട് ആൻ ഐഡിയ എന്നുള്ള ഒരു തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു തീരുമാനമാണ്. ഐഡിയ വോഡഫോൺ ടെലികോം കമ്പനിക്ക് അവർക്ക് നിരവധിയായിട്ടുള്ള ബാധ്യതകൾ, കുടിശ്ശികളൊക്കെ തന്നെ ഉള്ള ഒരു സാഹചര്യമാണ്. അതിനൊക്കെയും ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: കടബാധ്യത മൂലം പ്രതിസന്ധിയിലായ ടെലികോം കമ്പനി വോഡഫോൺ ഐഡിയയ്ക്ക് കേന്ദ്രത്തിൻ്റെ ആശ്വാസ പാക്കേജ്. കമ്പനിയുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ, അതായത് AGR കുടിശ്ശികയ്ക്ക് 5 വർഷത്തേക്ക് മൊറട്ടോറിയം അനുവദിക്കാൻ കേന്ദ്ര മന്ത്രിസഭ യോഗം തീരുമാനിച്ചു. ടെലികോം കമ്പനികൾക്ക് മേൽ വാർത്താവിനിമയ വകുപ്പ് ചുമത്തുന്ന സ്പെക്ട്രം ഉപയോഗ ലൈസൻസും ഫീസും അടങ്ങുന്നതാണ് AGR എന്ന് പറയുന്നത്. 2019 മുതൽ 87,695 കോടി രൂപയാണ് AGR ഇനത്തിൽ വോഡഫോൺ ഐഡിയ കുടിശ്ശികയായി നൽകാനുള്ളത് എന്നുള്ളതാണ്. ഒരു വലിയ തുക തന്നെയാണ്. പുതിയ തീരുമാനമനുസരിച്ച് 2031-32 സാമ്പത്തിക വർഷം മുതൽ ഇത് അടച്ചു തുടങ്ങിയാൽ മതിയാകും. പക്ഷേ 2040-41 കാലത്തിനുള്ളിൽ അത് അടച്ചു തീർക്കുകയും വേണം എന്നുള്ളതാണ് പുതിയ ഒരു മാനദണ്ഡമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മരവിപ്പിച്ച കുടിശ്ശിക തുക 2020 ഡിഡക്ഷൻ വെരിഫിക്കേഷൻ മാനദണ്ഡ പ്രകാരവും ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ടെലികോം മന്ത്രാലയം പുനഃപരിശോധിക്കും. ഇത് സർക്കാർ നിയോഗിക്കുന്ന സമിതി വിലയിരുത്തിയ ശേഷം കൈക്കൊള്ളുന്ന തീരുമാനം അംഗീകരിക്കാൻ കമ്പനിയും സർക്കാരും ബാധ്യസ്ഥരായിരിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വോഡഫോണിന് ആശ്വാസ പാക്കേജ് എന്നുള്ള നിലയിൽ തന്നെയാണ് ആ വാർത്ത അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. AGR കുടിശ്ശികയ്ക്ക് മൊറട്ടോറിയം. കുടിശ്ശിക 87,695 കോടി എന്നുള്ളതാണ്. കമ്പനിയുടെ നഷ്ടം എന്ന് പറയുന്നത് 12,132 കോടിയാണ് എന്നുള്ളതും ഈ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വോഡഫോൺ ഐഡിയയുടെ നഷ്ടം 12,132 കോടി രൂപയാണ്. സെപ്റ്റംബർ 30 കണക്കനുസരിച്ച് അറ്റാദായത്തിൽ 82,460 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അതിൻ്റെ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒക്കെ തന്നെ പങ്കെടുത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം സിദ്ധരാമയ്യയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പരസ്പരം സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ. ഒപ്പം തന്നെ ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടക്കുന്നു എന്നുള്ള പരാമർശമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ശിവഗിരിയിലെ പ്രസംഗത്തിൽ നടത്തിയത്. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുകയാണെന്നും ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിരുകൾക്കുള്ളിൽ ഗുരുദേവനെ തളച്ചിടാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മതേതരത്വ രാഷ്ട്രഘടന നിലനിർത്താൻ ഗുരു സന്ദേശവും അതുമായി വിട്ടുവീഴ്ചയില്ലാത്ത മുന്നോട്ട് പോകുന്ന ഒരു പുരോഗമന ശക്തികളുടെ സന്ദേശവും സമന്വയിക്കണം. ഈ സമന്വയത്തെ ഭയക്കുന്ന ശക്തികൾ ഇവിടെയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഉദ്ഘാടനത്തിൻ്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം അക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. എന്തായാലും ചില ആളുകൾ കേട്ട് കൊള്ളിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ നിലയിലൊരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തിയത് എന്നുള്ളതാണ്. ബാങ്ക് തട്ടിപ്പ്, 150 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED എന്നുള്ള ഒരു വാർത്തയുണ്ട്. ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണവും വെളുപ്പിക്കൽ കേസിൽ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് സമീപമുള്ള 150 കോടി രൂപ വില മതിക്കുന്ന ആഡംബര സ്വത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. പ്രമുഖ വസ്ത്രനിർമ്മാണ കമ്പനിയായ എസ്കുമാർ നേഷൻ വൈഡ് ലിമിറ്റഡ് മുൻ ചെയർമാൻ നിതിൻ കശ്ലിവാളിൻ്റെ ഉടമസ്ഥതയിലുള്ള ആസ്തിയാണ് കണ്ടുകെട്ടിയത് എന്നുള്ളതാണ്. ആ ഒരു അത്രയും വലിയൊരു തുക അതിനകത്ത് വന്നതുകൂടിയാണ് അതിനകത്ത് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സംസ്ഥാന പോലീസ് തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണികളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാമത്തെ പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്തും കൊച്ചിയിലും പുതിയ കമ്മീഷണർമാർ എന്നുള്ളതാണ്. ജി സ്പർജൻ കുമാർ ദക്ഷിണമേഖല IG ആയി നിയമിച്ചു. അദ്ദേഹത്തെ
കെ കാർത്തികിനെ തിരുവനന്തപുരത്തും ഹരിശങ്കറിനെ കൊച്ചിയിലും സിറ്റി പോലീസ് കമ്മീഷണർമാരാക്കി. ആർ നിശാന്തിനെയാണ് പോലീസ് ആസ്ഥാനത്തെ IG. എസ് ശ്യാംസുന്ദറിനെ ഇന്റലിജൻസ് IG ആക്കിയിട്ടുണ്ട്. പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MDയുടെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ ഒരു റിപ്പോർട്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി പറയാനുള്ളത് കർഷക തൊഴിലാളി മുതൽ കറവക്കാർ വരെയുള്ളവർക്ക് മിനിമം വേതനം കൂട്ടി എന്നുള്ളൊരു വാർത്ത ഈ പുതുവർഷ ദിനത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ജിമ്മിലെ ജോലിക്കാർക്കും മിനിമം വേതനം എന്നുള്ള ഒരു കാര്യം കൂടി ആ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കർഷക തൊഴിലാളി മുതൽ കറവക്കാർ വരെയുള്ളവരുടെ മിനിമം വേതനം കൂട്ടി സർക്കാർ. ജിംനേഷ്യം ജീവനക്കാരെ മിനിമം വേതനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും തൊഴിൽ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. തുക എത്ര എന്നുള്ള കാര്യം നിശ്ചയിച്ചിട്ടില്ല. കർഷക തൊഴിലാളികൾ, ക്ഷീര കർഷകർ, ഒപ്പം തന്നെ ഈ ക്ഷീരമേഖലയിൽ പണിയെടുക്കുന്നവർ തുടങ്ങിയിട്ടുള്ളവരുടെ വേതനം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2017 മിനിമം വേതനം കൂട്ടിയിരുന്നു. 8 മണിക്കൂർ ജോലി കണക്കാക്കിയാണ് മിനിമം വേതനം. സംഭരണശാലകൾ, കണ്ടെയ്നർ ചരക്ക് സ്റ്റേഷൻ, പെയിന്റ് നിർമ്മാണ വ്യവസായം എന്നിവയിലെ ജീവനക്കാരെയും മിനിമം വേതന നിയമത്തിന്റെ പരിധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം എല്ലാ ദിവസവും തന്നെ പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ വാർത്തയായി ഇടം പിടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മാതൃഭൂമി അതിൻ്റെ വാർത്തയായി നൽകിയിരിക്കുന്നത് ഒറ്റക്കോളം വാർത്തയാണ്. അതിൽ നൽകിയിരിക്കുന്നത് പോറ്റിയെയും ഒപ്പം തന്നെ ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഈ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം എവിടെയാണ് ഉള്ളത്, അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുക, ഈ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതി ഗോവർദ്ധൻ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ബുധനാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് ക്ലബിൽ കൊണ്ടുപോയാണ് ചോദ്യം ചെയ്തത്. 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് കോടതി അനുമതി നൽകിയത്. ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് ഇവരെ അയക്കുകയും ചെയ്തു. സ്വർണം അപഹരിച്ച സംഭവത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ നടന്നിട്ടുണ്ട്. അതിൽ 3 പേർക്കും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇവരുടെ പക്കലുണ്ട്. അത് ചോദ്യം ചെയ്യലിലൂടെ സ്വന്തം അല്ലെങ്കിൽ അത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. എന്തായാലും 2026 വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ലോകം വരവേറ്റിരിക്കുന്നത്. നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ ഒക്കെ തന്നെയും ഈ മാതൃഭൂമി അവരുടെ 2-ാമത്തെ പേജിൽ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഗൾഫ് വർത്തമാനം എന്നുള്ള 3-ാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അല്ലെങ്കിൽ ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം തന്നെയാണ്. ബാബുരാജൻ ഇനി ജീവിക്കും 6 പേരിലൂടെ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അപകടത്തിൽ മരിച്ച മലയാളിയുടെ അവയവങ്ങൾ പുതുജീവൻ നൽകുന്നത് വിവിധ രാജ്യക്കാരായിട്ടുള്ള ആളുകൾക്കാണ് എന്നുള്ളതും ആ വാർത്തയുടെ ഒരു സൂചകമായി തന്നെ അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. നമ്മളും NTVയും ഇന്നലെ ആ വാർത്ത വളരെ പ്രാധാന്യത്തിൽ കൂടി തന്നെ നൽകിയിരുന്നു. വാഹനാപകടത്തിൽ അബുദാബിയിലാണ് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പ്രവാസി മലയാളി പുതുജീവൻ നൽകുന്നത് വിവിധ രാജ്യക്കാരായിട്ടുള്ള 6 പേർക്കാണ്. കൊല്ലം പരവൂർ സ്വദേശിയായ ബാബുരാജൻ്റെ അവയവങ്ങളാണ് 6 പേർക്ക് തുണയാവുക. 2 ആഴ്ച മുമ്പാണ് അബുദാബിയിൽ വെച്ച് ഇദ്ദേഹത്തിന് ഒരു അപകടമുണ്ടാകുന്നത്. റോഡ് മുറിച്ചു കടക്കുന്ന ഘട്ടത്തിൽ വൈദ്യുത സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു അദ്ദേഹത്തെ. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ അബുദാബിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലും ആ ഒരു വലിയ വേദനയിലും കുടുംബം ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സന്നദ്ധരായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 6 രാജ്യങ്ങളിലുള്ള 6 പേർക്ക് പുതുജീവനും പുതുജീവിതവും നൽകാൻ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു തീരുമാനം വഴിവെച്ചു എന്നുള്ളതും അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം ഗൾഫിൽ ഈ UAE പുതിയ ഇന്ധനവില പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ. കഴിഞ്ഞ ഡിസംബറിനേക്കാൾ കുറഞ്ഞ ഒരു നിരക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് വാർത്തയായി നൽകിയിട്ടുണ്ട്. ലീവ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ അവസരം എന്നുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നുണ്ട്. ഈ സ്കൂട്ടർ യാത്ര നൗ ആപ്പുകൾ വഴിയും അനുമതിക്ക് അപേക്ഷിക്കാം
എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഈ പേജിൽ നൽകിയിരിക്കുന്നത്. എമിറേറ്റിൽ ഇ സ്കൂട്ടർ റേസിംഗ് അനുമതി ലഭിക്കുന്നതിന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഔദ്യോഗിക ചാനലിലൂടെ സേവനങ്ങൾ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. നേരത്തെ RTA വെബ്സൈറ്റ് വഴി മാത്രമായിരുന്നു റേസിംഗിന് അനുമതി ലഭിച്ചിരുന്നത്. അപേക്ഷകർക്ക് സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ RTA നൗ ആപ്പുകൾ വഴിയും സേവനങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പം തന്നെ ഇന്നലത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സ്വദേശിവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ, അത് സ്വദേശിവൽക്കരണം പൂർത്തിയാക്കേണ്ടതുണ്ട് 2%. അത് പൂർത്തിയാക്കാത്ത കമ്പനികൾക്കെതിരെ ഇന്നു മുതൽ നടപടി കർശനമാകും എന്നുള്ള ഒരറിയിപ്പ് ഉണ്ടായിരുന്നു. UAEയുടെ സ്വദേശിവൽക്കരണ പദ്ധതി നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ വ്യാഴാഴ്ച മുതൽ നടപടി സ്വീകരിക്കും. ഡിസംബർ 31-നകം 2% കൂടി സ്വദേശിവൽക്കരണം നടത്താനാണ് മാനവവിഭവശേഷി മന്ത്രാലയം ഒപ്പം തന്നെ സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നത്. 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ കഴിഞ്ഞ വർഷം വിവിധ ഘട്ടങ്ങളിലായി 8% വരെ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണമെന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കർശന നടപടികളിലേക്ക് അധികൃതർ കടക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. ഉൾപേജുകളിലേക്ക് പോയെന്നാൽ ശബരിമല യുവതി പ്രവേശം 9-അംഗ ബെഞ്ചിലേക്ക് എന്നുള്ള ഒരു വാർത്തയാണ് 4-ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. സൂചന നൽകി ചീഫ് ജസ്റ്റിസ് ഈ വിഷയം ഉടൻ സുപ്രീം കോടതിയിൽ എത്തും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. സംസ്ഥാന സർക്കാരും വീണ്ടും നിലപാട് അറിയിക്കേണ്ടി വരും എന്നുള്ളതും അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. ശബരിമല യുവതി പ്രവേശം ഉൾപ്പെടെയുള്ള മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ പരിഗണിക്കാൻ 9-അംഗ ഭരണഘടനാ ബെഞ്ചുണ്ടാക്കാൻ സുപ്രീം കോടതി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ശബരിമല അടൂർ പ്രകാശിന് പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നതാണ് പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം. അതിൽ അദ്ദേഹം ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല. ഒപ്പം തന്നെ സോണിയാഗാന്ധിയെ പോറ്റി സന്ദർശിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഒന്നിലധികം തവണ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെല്ലാൻ ഇയാൾക്ക് സാധിച്ചു. വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഒരുപക്ഷെ അങ്ങോട്ട് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പോറ്റിക്ക് ഇത്തരത്തിൽ അവിടെ കയറാൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു ചോദ്യം. അതിന് കൂട്ടുനിന്ന ഒരാൾ കൂടിയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവിടെ എത്തിയത്, അല്ലെങ്കിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ലോക്സഭാ മണ്ഡലമാണത്, ആ മണ്ഡല പരിധിയിലുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെയായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു അഴകുഴമ്പൻ മറുപടിയാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അത് ആ നിലയ്ക്കല്ല കാര്യങ്ങൾ എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി. എന്തായാലും അടൂർ പ്രകാശിന് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം. നന്മ തേടുന്ന പുതുവർഷം എന്നതാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലായി തയ്യാറാക്കിയിരിക്കുന്നത്. പുതുവർഷോദയം പ്രതീക്ഷകളുടെ പൂങ്കാവനമാണ്. എന്തെന്ത് ആശയങ്ങളോടെയാണ് നാം ഓരോരുത്തരും അതിനെ സമീപിക്കുക. അത് നന്മയും സന്തോഷങ്ങളും കൊണ്ടുവരണമെന്നും നാം പ്രത്യാശിക്കുന്നു. നിഷ്കളങ്കരായ കുട്ടികളെപ്പോലെ വിടർന്ന കണ്ണുകളോടെയാണ് എല്ലാവരും പുതുവർഷത്തിൻ്റെ പിറവിയിലേക്ക് ഉറ്റുനോക്കുന്നത്. വരും വർഷം ഹൃദയരഞ്ജകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മാതൃഭൂമി എല്ലാവരോടും എന്നുള്ളതാണ്. ഒപ്പം തന്നെ പുതുവർഷത്തിൽ പുറത്തിറങ്ങൂ എന്നുള്ളതാണ് അതിൽ പ്രധാനമായി നൽകിയിരിക്കുന്ന. ഈ പുതുവർഷത്തിൽ ഈ പേജ് വളരെ എഡിറ്റോറിയൽ പേജ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഫോണിനകത്ത്, പുതിയ തലമുറ ഒരു പക്ഷേ ഫോണിനകത്ത് കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടൊരു ചിത്രം അതിനകത്ത് നൽകിയിരിക്കുന്നു. അതിൽ നിന്നും പുറത്തേക്ക് വരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ യുഗത്തിൽ മിക്കവരും സമൂഹ മാധ്യമങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞു. ഡിജിറ്റൽ അടിമത്തം ഉണ്ടാക്കുന്ന ആശങ്കയിലാണ് ലോകം നിലവിലുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത്. ഡിജിറ്റൽ ഡിറ്റോക്സിലൂടെ ഇടയ്ക്കൊരു ഇടവേള നൽകിയും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് നമുക്കതിനെ എളുപ്പത്തിൽ പ്രതിരോധിക്കാവുന്നതേ ഉള്ളൂ. സമൂഹത്തിലേക്കും നാട്ടിലേക്കും തിരിച്ചിറങ്ങാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമായി പുതുവർഷ ദിനത്തിൽ നൽകുന്നത് മാതൃഭൂമി. ഓസ്ട്രേലിയ 16 വയസ്സിൽ താഴെയുള്ള
അവർക്ക് ഡിസംബർ 10 സമൂഹ മാധ്യമ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു. അത് പ്രധാനമായും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ ഫോണുകളിൽ മൈനർ മോഡ് നിർബന്ധമാക്കി. ഇതനുസരിച്ച് ഇൻ്റർനെറ്റ് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 8 വയസ്സിന് താഴെയുള്ളവർ ദിവസം പരമാവധി 40 മിനിറ്റ് മാത്രം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. 8 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ദിവസത്തിൽ 1 മണിക്കൂർ ആണ് ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നത്. 16 മുതൽ 18 വയസ്സ് വരെ ദിവസം 2 മണിക്കൂർ മാത്രം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ മതി എന്നുള്ള തീരുമാനങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ചില നിയന്ത്രണങ്ങൾ വരണം. സ്വയം അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയും അതിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രവാസി പെൻഷൻ മുടന്തുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി. പ്രവാസികൾക്ക് കേരള പ്രവാസി ക്ഷേമ ബോർഡ് നൽകുന്ന പെൻഷൻ ഘട്ടം ഘട്ടമായി വൈകുന്നതായി പരാതി. എല്ലാ മാസവും 5-ാം തീയതി ലഭിച്ചിരുന്ന പെൻഷൻ കുറച്ച് മാസമായി ഏറെ വൈകിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പെൻഷൻ നൽകുന്ന തീയതി പിന്നീട് മാസാവസാനത്തേക്ക് മാറ്റിയിട്ടും ഡിസംബറിൽ നൽകേണ്ട നവംബറിലെ പെൻഷൻ പുതുവർഷമായിട്ടും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒക്ടോബറിലെ പെൻഷൻ നവംബർ അവസാനം നൽകിയെന്ന് ക്ഷേമ ബോർഡ് പറയുന്നുണ്ടെങ്കിലും പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കായികം പേജിലേക്ക് വന്നാൽ തിളങ്ങട്ടെ പുതുവർഷം എന്നുള്ള തലക്കെട്ടിൽ വളരെ കളർഫുള്ളായിട്ടാണ് മാതൃഭൂമി അവരുടെ കായികം പേജ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. 28,000 അടിക്കണം. വിരാട് കോഹ്ലിയുടെ ചിത്രം നൽകിക്കൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് തികയ്ക്കാൻ വിരാട് കോഹ്ലിക്ക് ഇനി 25 റൺസ് മതി. എത്രയും വേഗം അത് മറികടന്നാൽ റെക്കോർഡും സ്വന്തമാക്കാൻ കഴിയും. വേഗത്തിൽ 28,000 റൺസ് എന്ന നേട്ടമാണ് മുന്നിലുള്ളത്. 644 ഇന്നിങ്സുകളിൽ നിന്ന് ഇത്രയും റൺസ് കണ്ടെത്തിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലാണ് നിലവിലെ റെക്കോർഡുള്ളത്. 623 ഇന്നിങ്സുകളിൽ നിന്നുമാണ് വിരാട് കോഹ്ലി 27,975 റൺസ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നൽകിയിരിക്കുന്ന ഒരു വിവരണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 1000 ഗോളെന്ന സ്വപ്നവുമായി റൊണാൾഡോ ഉണ്ട്. ഒപ്പം ഇത്തവണ ലോകകപ്പ് ഉയർത്തണം എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന രോഹിത് ശർമ്മയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, കായിക രംഗത്തെ നിരവധിയായിട്ടുള്ള ആളുകൾ അവരുടെ നേട്ടങ്ങൾ, ഈ വർഷം വരാനിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൂടി നൽകിക്കൊണ്ടാണ് ആ പേജ് നൽകിയിരിക്കുന്നത്. വളരെ കളർഫുള്ളായി ഏറ്റവും മനോഹരമായി തന്നെ മാതൃഭൂമി ആ പേജ് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമത്തിലേക്ക് പോയെന്നാൽ മാധ്യമത്തിൻ്റെ ഒന്നാമത്തെ പേജ് വളരെ കളർഫുള്ളായി തന്നെ നൽകിയിരിക്കുന്നു. ആദ്യമം അതിൻ്റെ പകുതി ഭാഗം പരസ്യത്തിന് വേണ്ടി ഒഴിവാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും മാധ്യമത്തിൻ്റെ 2026 പുതുവർഷം എന്നുള്ള ആ ഒരു സംഗതി നൽകിയിരിക്കുന്നത് ആ പുതുവർഷത്തിൽ 2026 ആ 0 അത് ഒരു മുട്ടയായും ആ മുട്ടയിൽ നിന്നും ഒരു പക്ഷി പറന്നുയരുന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നിട്ട വഴിക്കണക്കുകൾ കൂട്ടി വേണം മുന്നോട്ട് പോകാൻ. വാനമേറാൻ പിൻവിളികളല്ല, ഇനിയും മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ആർജവമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതും പ്രധാനമായും അതിൽ എടുത്ത് പറയുന്നുണ്ട്. തദ്ദേശ തോൽവിയിൽ CPI പാഠം പഠിക്കണം എന്നുള്ള ഇന്നലെ ബിനോയ് വിശ്വം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. തെറ്റിദ്ധരുത്തൽ അനിവാര്യമാണ്, പരാജയം ജനങ്ങളുടെ മുന്നറിയിപ്പാണെന്ന് ബിനോയ് വിശ്വം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സ്വയം വിമർശനം എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ CPM അത് എത്രമാത്രം ബോധിക്കും എന്നതാണ് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. ജനം വിധി പറഞ്ഞാൽ അതിനെ തല താഴ്ത്തി പിടിച്ചംഗീകരിക്കണം. ആ തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷം ബാധ്യസ്ഥമാണ്. മുന്നണിക്കും സർക്കാരിന് സംഭവിച്ച തെറ്റുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് CPM അറിയാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. ഉൾപേജുകളിലേക്ക് പോയെന്നാൽ ഈ സ്കൂട്ടർ റൈഡിങ്ങിന് പെർമിറ്റ് നൗ ആപ്പുകൾ വഴി എന്നുള്ളത് മാതൃഭൂമി കൊടുത്ത ആ വാർത്ത തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. UAEയിൽ ഇന്ധനവില പുതുക്കിയിട്ടുണ്ട്, പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞു എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു, നമ്മളും ഇന്നലെ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അബുദാബിയിൽ ട്രാഫിക്
പിഴകളിൽ ഇളവ് ഡിസംബർ 31 വൈകിട്ട് 4 മുതൽ 2026 ജനുവരി വരെയാണ് 2 ജനുവരി വരെയാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലിവ അന്താരാഷ്ട്ര ഫെസ്റ്റിവലിനനുബന്ധിച്ച് ട്രാഫിക് പിഴകളിൽ ഇളവുമായി അബുദാബി പോലീസ് എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. അജ്മാൻ നഗരസഭാ സേവനങ്ങൾ അജ്മാൻ 1 ആപ്പിലേക്ക് 40-ലധികം സർക്കാർ സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കും എന്നുള്ളതാണ് വാർത്തയായി നൽകിയിരിക്കുന്നത്. പ്രവാസി വിദ്യാർത്ഥി നാട്ടിൽ നിര്യാതനായി എന്നുള്ളൊരു വാർത്തയും ഈ 3-ാമത്തെ പേജിൽ മാധ്യമം നൽകിയിട്ടുണ്ട്. ഫുൾ പേജുകളിലേക്ക് പോയെന്നാൽ നിർണായക ചോദ്യം ചെയ്യലുമായി SIT അയ്യൻ്റെ സ്വർണം എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതാണ് ചതിയൻ ചന്തുമാർ സർക്കാരിനെ തള്ളിപ്പറയുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രതികരണം ഇന്നലെ ഉണ്ടായിരുന്നു. അതിൽ ആ പ്രതികരണവും അത് ബിനോയ് വിശ്വത്തെയും ഒപ്പം തന്നെ CPIയെയും കുത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മലപ്പുറം പരാമർശ വിവാദത്തിൽ ക്ഷുഭിതനായി വെള്ളാപ്പള്ളി ഇന്നലെ മാധ്യമങ്ങളുടെയൊക്കെ മൈക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് താൻ പോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് റിപ്പോർട്ടർമാരോടൊക്കെ വളരെ പരുഷമായി പെരുമാറുന്ന ഒരു വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഈ 2025 അവസാന ദിവസം വെളിച്ചത്ത് അങ്ങനെ ഒരു വെള്ളാപ്പള്ളി നടേശൻ വരുന്നത് ഇന്നലെ നമ്മളെല്ലാവരും കണ്ടു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ആണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ആ ഒരു പ്രതികരണത്തിന് CPIയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ബിനോയ് വിശ്വം നൽകിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയല്ല LDF ഞാൻ കാറിൽ കയറ്റില്ല തുറന്നടിച്ച് ബിനോയ് വിശ്വം എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പറയുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിയും CPM നൽകുന്ന സംരക്ഷണത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞും തുറന്നടിച്ചും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വെള്ളാപ്പള്ളിയല്ല LDF, ചതിയൻ ചന്തു എന്ന പേരും തൊപ്പിയും 1000 വട്ടം ചേരുന്നത് ആ തലയ്ക്കാണെന്നും ബിനോയ് വിശ്വം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈ കൊടുക്കും, പക്ഷേ കാറിൽ കയറ്റില്ല എന്ന് ബിനോയ് വിശ്വം ഇന്നലെ തുറന്നടിക്കുകയും ചെയ്തു. എന്തായാലും ആ വിഷയത്തിൽ CPIയുടെ നിലപാട് അവർ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്? അതൊരു തെറ്റായിട്ടുള്ള സന്ദേശം നൽകത്തില്ലേ അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തുന്ന ആ ഒരു ഘട്ടത്തിൽ എന്നുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ പ്രായമായ ഒരു മനുഷ്യനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാറിൽ കയറ്റിയത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമായി വാർത്താ സമ്മേളനത്തിൽ അന്ന് വന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിടത്താണ് ഇത്തരത്തിൽ ഒരു മറുപടി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതും തെളിമയോടുകൂടിയൊരു മറുപടി അവിടെ നിന്നുണ്ടാകുന്നതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മതത്തിൻ്റെ രാഷ്ട്രവാദം ഗുരുവചനങ്ങളുമായി പൊരുത്തപ്പെടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം ഇന്നലെ ശിവഗിരിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതും മാധ്യമത്തിൽ വാർത്തയായിട്ടുണ്ട്. സ്വദേശിവൽക്കരണം ലക്ഷ്യം പൂർത്തിയാക്കാത്തവർക്കെതിരെ ഇന്നു മുതൽ നടപടിയാണ് എന്നുള്ള കാര്യം മാധ്യമത്തിലും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ വികസന കുഴികളിലെ വ്യവസ്ഥാപിത കൊലപാതകങ്ങൾ എന്നുള്ളതാണ് എഡിറ്റോറിയലായി നൽകിയിരിക്കുന്നത്. വികസനം മനുഷ്യർക്ക്, വിശേഷിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയാകണം, അല്ലാതെ അവരെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമായി മാധ്യമം അവരുടെ എഡിറ്റോറിയലിൽ നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നിരോധനത്തിൻ്റെ ഓസ്ട്രേലിയൻ മോഡലിനെ പ്രശംസിച്ചുകൊണ്ട് തന്നെ ഒരു ലേഖനം മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മനസാക്ഷിയുടെ പതനം എന്നുള്ള തലക്കെട്ടിൽ മറ്റൊരു ലേഖനവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് മാധ്യമം അവരുടെ എഡിറ്റോറിയൽ പേജിൽ. രൂപയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ട ഒരു വർഷം കൂടിയാണ് ഈ കടന്നുപോയത് എന്നുള്ളതാണ്. ഇടിഞ്ഞത് 5% വരെ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ഒരു റിപ്പോർട്ടായി തന്നെ മാധ്യമം നൽകിയിരിക്കുന്നത്. ഓൺലൈൻ വിതരണ തൊഴിലാളികൾ സമരത്തിൽ ബാധിക്കില്ലെന്ന് കമ്പനികൾ. ഇന്ന് അവർ പ്രധാനമായും ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി നടത്തുന്ന ആളുകളൊക്കെ തന്നെയും വലിയ പ്രതിഷേധത്തിലാണ്. അവരിന്ന് സമരം നടത്തുകയാണ്. ആ ഒരു സമരം അത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് കമ്പനികൾ പറയുന്നത്. പക്ഷേ അത് ബാധിക്കാതിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ എന്നുള്ളതും അതിവേഗ പരീക്ഷണങ്ങൾ വിജയം എന്നുള്ള കാര്യവും നൽകിയിട്ട് വൻ ഹിറ്റായി വന്ദേ ഭാരതിൻ്റെ മറ്റൊരു രൂപമായ സ്ലീപ്പർ ട്രെയിനിൻ്റെ അന്തിമ അതിവേഗ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ അടിസ്ഥാനം.
ഹാപ്പി വേൾഡ് കപ്പ് ഇയർ എന്നുള്ളതാണ് മാധ്യമം അവരുടെ സ്പോർട്സ് പേജിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് എന്ന് പറയുന്നത്. ആ, ജനുവരിയിൽ ജനുവരി 9-ന് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, 12-ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, 15-ാം തീയതി അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്, ആ, അങ്ങനെ നിരവധിയായിട്ട് ലോകകപ്പ് മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ വരെയുള്ള ഒരു കലണ്ടർ, കൃത്യമായ രീതിയിൽ ഒരു സ്പോർട്സ് കലണ്ടർ മാധ്യമം തയ്യാറാക്കി അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും വളരെ മനോഹരമായി തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് മാധ്യമം എന്നുള്ളതാണ്. ഉയർന്നിരിക്കുന്നത് കായികമേളയുടെ മഹാകായികമേളയുടെ പുതുവർഷമാണ്. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജൂലൈ മാസങ്ങളിലായി US, മെക്സിക്കോ, കാനഡ രാജ്യങ്ങൾ ആണ് ആതിഥ്യമരുളുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ലോകകപ്പ് കൂടിയാണിത്. ഇന്ത്യ നിലവിൽ ചാമ്പ്യന്മാരായിട്ടുള്ള 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫെബ്രുവരി 7-ന് തുടങ്ങുന്നു. ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഇന്ത്യയിലും ശ്രീലങ്കയുമായിട്ടാണ് ടൂർണമെൻറ്റ് നടക്കുക. ജൂൺ ജൂലൈ മാസങ്ങളിലായി വനിതാ ലോകകപ്പ് ഇംഗ്ലണ്ടിൽ അരങ്ങേറും. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂലൈ അവസാനം സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോയിലും, ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബർ 3 വരെ ജപ്പാനിലെ ഐച്ചി നഗോയയിലും ആയിട്ടാണ് നടക്കുക. അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു കായിക പരിപാടികൾ നടക്കാനിരിക്കുന്ന ഒരു വർഷം ആണ് നമുക്ക് മുന്നിലുള്ളത്, ഇന്ന് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ മാധ്യമം അത് വളരെ മനോഹരമായി, വളരെ മനസ്സിലാകുന്ന വിധത്തിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള രാജ എന്നുള്ളൊരു തലക്കെട്ടിലൊരു വാർത്ത. 344 എന്ന കൂറ്റൻ വിജയലക്ഷ്യം മറികടന്ന് കേരളം, അപരാജിതന് സെഞ്ചുറി എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. രാജസ്ഥാൻ ഉയർത്തിയ റൺമലയെ അതിവേഗത്തിൽ മറികടന്ന് വിജയ് ഹസാര ട്രോഫിയിൽ കേരളത്തിന് തകർപ്പൻ ജയം. ടൂർണമെൻറ്റിലെ 4-ാം മത്സരത്തിനിറങ്ങിയ രോഹൻ കുന്നുമൽ സംഘം 344 റൺസിൻ്റെ ലക്ഷ്യം 2 വിക്കറ്റ് ബാക്കി നിൽക്കെ അവസാന പന്തിൽ മറികടന്നു എന്നുള്ളതാണ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 344 റൺസാണ് സ്വന്തമാക്കിയത്. അത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോലും കൂടെ കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ ഏറ്റവും അവസാനത്തെ പന്ത് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് തന്നെയായിരുന്നു മത്സരത്തിന് എന്നുള്ളതായിരുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്ത ഏറ്റവും അവസാനം മാധ്യമം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 11-ാമത്തെ പേജിൽ ആരുടെയും തന്നെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു നിലയിൽ ആ വാർത്ത കൊടുക്കാൻ വലിയൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും സിറാജിലേക്ക് ഒന്ന് വളരെ വേഗത്തിൽ നോക്കിയാൽ, സിറാജും താൽക്കാലികരെ സ്ഥിരപ്പെടുത്തും, മന്ത്രിസഭാ അനുമതി നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത്. ചരിത്രം എഴുതാൻ കേരള യാത്ര എന്നുള്ളതാണ്. കാസർഗോഡ് നിന്ന് തുടക്കമാവുകയാണ്. അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാരുടെ യാത്രയാണ് നടക്കാനിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമറിയണം, 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നൽകിയിരിക്കുന്നു. 2026 വരവേറ്റ് UAE, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ തിരക്കെട്ടിൽ വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വർണ്ണവിസ്മയം കൊണ്ട് ആകാശപൂരത്തിന് 2026 വരവേറ്റ് UAE എന്നുള്ളതാണ്. ഒപ്പം റാസൽ ബുർജ് ഖലീഫയിൽ നടന്ന ആഘോഷ ചിത്രമാണ് പ്രധാനമായും ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉണ്ട്. സ്പോർട്സ് പേജും നിലയ്ക്ക് തന്നെ ന്യൂ ഇയർ ത്രില്ലർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്. ഇന്നും ഇത്തരത്തിൽ പുതിയ ഒരു വർഷം ഏറ്റവും പ്രതീക്ഷയോട് ഉള്ള ഒരു വർഷം തന്നെയാകട്ടെ. നമുക്ക് ഇന്നത്തെ ദിവസം മുതൽ ആ നിലയ്ക്ക് തന്നെ ആരംഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രസ് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.